ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് കളിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. എത്രയാണ് എപ്പിസോഡൊന്നും എനിക്കൊന്നും അറിയത്തില്ല. നമ്മൾ ഓഫ് ക്യാമറ ഇത്ര ദിവസം വീഡിയോ ചെയ്തത് സമയം കിട്ടിയില്ല. പിന്നെ ഇടയ്ക്ക് സമയം കിട്ടിയ ഇടയ്ക്കൊക്കെ ഇവിടെയൊക്കെ വില്ലേജേഴ്സിനൊക്കെ സെറ്റാക്കി വെച്ച്, എന്നിട്ട് ഇവിടെ ഡയമണ്ട് ആർമർ അല്ല ടൂൾസ് ഇവിടെ ഇവൻ്റെയിലുണ്ട്, അവൻ്റെയിലുണ്ട്. എല്ലാം മാസ്റ്ററാണ്. ഡയമണ്ട് ടൂൾസ് ആർമർ, ഉമാറിൽ ആർമറാണ്. ഡയമണ്ട് ഉമാറിൽ ആർമറാണ്. ഉണ്ടോ? ഇതെല്ലാം സെറ്റാക്കി വെച്ച് ഇതിൻ്റെ അകത്ത്. ഇതെന്താ അറിയത്തില്ല. ഞാൻ ഗെയിമിൽ നിന്ന് ഇറങ്ങിയിട്ട് കയറിയപ്പം എൻ്റെ വേറെ ചെസ്റ്റ് പ്ലേറ്റ് ഇരിക്കുന്നു. ആ ബഗ് അടിച്ചാണ്. നമുക്ക് ആർമറൊക്കെ ഇടാം. ഫസ്റ്റ് നമുക്ക് ഇന്ന് കുറച്ച് ബ്ലേസ് റോഡും വേണം, കുറച്ചധികം കാര്യങ്ങൾ വേണം. കുറച്ച് ബ്ലേസ് റോഡ് വേണം. അതൊന്ന് ഡ്രാഗനെ കൊല്ലാൻ വേണ്ടിയുള്ള ഇതിലാണ് ഞാൻ. പിന്നെ ഇവിടെ എനിക്കൊരു കുതിരേനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് എവിടെയെങ്കിലും പോകാൻ നേരത്തെ കുതിരേനെ എടുത്തുകൊണ്ട് പോകാനാണ്. നമുക്ക് നെതറിലോട്ട് പോയിട്ട് ഫസ്റ്റ് ബ്ലേസ് റോഡ് ഒപ്പിക്കാം. പിന്നെ എൻട്രക്കോഡ് വേണം. അത് അടിയിലെ വില്ലേജറിലുണ്ട്, അത് സെറ്റാക്കാം. ബ്ലേസ് റോഡാണ് വേണ്ടത്. അത്രയും ദൂരം പോകും നമുക്ക്. അയ്യോ, ഞാൻ ഹെൽമെറ്റ് എടുത്തില്ല, ഗോൾഡൻ ഹെൽമെറ്റ് എടുത്തില്ല. ഡയമണ്ട് ആർമറായിട്ട് തീർന്നു. താഴ്ത്ത് ഡയമണ്ട് ആർമറായിട്ട് തീർന്നു. ഗൈസ്, നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യണം. നമുക്ക് ഹെൽമെറ്റും കൂടെ എടുത്തോണ്ട് പോകും ഇട്ടേക്കാം. നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്ക്, നിങ്ങൾ ഇഷ്ടപ്പെട്ട ഷെയർ കൂടെ ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യുക. നെതറിലോട്ട് പോകാം. നമുക്ക് പോവാം. ഈ ഗോൾഡൻ ഹെൽമെറ്റ് വെച്ചിരിക്കുന്ന പിഗ്ലിങ് നമ്മളെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി അവന്മാർ ആക്രമിക്കുക നമ്മളെ. പിഗ്ലിങ്സ് അറ്റാക്ക് ചെയ്യും. എന്തൊരു കാര്യമുണ്ട്. നമുക്ക് ഗോൾഡ് വേണം. ഗോൾഡ് കുറച്ച് വോളിയം കുറച്ചേക്കാം നമുക്ക്. ഓക്കേ, കുറച്ച് കൂട്ടിയിട്ടേക്കാം. ഇത്രയൊക്കെ മതി. താഴ്ത്തു പോലെ എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇതിനെയൊക്കെ സ്പീഡിൽ പോകുന്നുണ്ട്. താഴ്ത്തു പോയാൽ തീർന്നു. ഇതിലധികം എൻചാൻമെൻറ്റ്സ് ഒന്നും ഇട്ടിട്ടില്ല, അതൊക്കെ ഇടണം. നമ്മൾ അത്രയും ദൂരം പോകുമ്പോൾ നമ്മൾ ഫുഡ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ 28 കുക്കീസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് ബ്ലേസ് റോഡ് ഒപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് എമറാൾഡ് ഒപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഈ ഫാം ഉണ്ടാക്കണം. എന്തുവാ, ഷുഗർ കെയിൻ ഫാം. പിന്നെ ഗൺ പൗഡറൊക്കെ വേണം. അത് നമ്മുടെ നിങ്ങൾക്ക് ഇടാൻ ഞാനൊരു മോബ് ഫാം ഉണ്ടാക്കിയായിരുന്നു. അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല യൂട്യൂബിൽ. വീഡിയോ എടുത്തായിരുന്നു. ഒരു മോബ് ഫാം ഉണ്ടാക്കി, പക്ഷെ അത് എന്താണെന്നറിയത്തില്ല. വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഇല്ലാന്ന് വെച്ചാൽ ഉണ്ട്. എന്നുവെച്ചാൽ അതിൽ കുറച്ച് മോബ്സ് മാത്രമേ സ്പോൺ ആവുന്നുണ്ട്. അതെന്താണെന്നും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അതെന്താണെന്നും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എനിക്കറിയത്തില്ല അതെന്താണെന്ന്. അത് ഈ ബെഡ് റോക്ക് എഡീഷൻ്റെ കുഴപ്പമാണോന്ന് അറിയത്തില്ല. ഞാൻ മറ്റേ സുധിയുടെ വീഡിയോ കണ്ടപ്പോൾ ജാവയിലൊക്കെ ഇഷ്ടം പോലെ മോബ്സ് സ്പോണാണ്, പക്ഷെ ബെഡ് റോക്കിലധികം മോബ്സ് സ്പോൺ ഞാൻ കണ്ടിട്ടില്ല.
ഒരു ഫാംസ് ഉണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നമാണോന്നും അറിയത്തില്ല. ഇവിടെയാണ് എൻഡർമാൻ കൂടുതൽ സ്പോണാകാൻ സാധ്യത. നിങ്ങൾക്ക് ഈ വേൾഡിൻ്റെ അകത്ത് മൾട്ടിപ്ലെയർ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ പക്ഷെ ഇടാൻ പറ്റുള്ളൂ മൾട്ടിപ്ലെയർ. ഫോർട്രസ്, നമ്മുടെ ഫോർട്രസ് എത്തി. അതൊക്കെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചോണ്ട് പിന്നെ സീനില്ല. ഇനി ചാടുമ്പോൾ നല്ല ഹംഗ്രി ബാർ കുറയും. ഇനി 19 കുക്കീസും കൂടെ ഉണ്ട്. കുറച്ച് സമയം ഇപ്പം എത്തും. നമുക്ക് പിന്നെ നമുക്ക് കുറച്ച് ഇവൻ്റെ വിതർ ഹെഡ് വേണം. വിതറല്ല, അതിൻ്റെ പേര് ഞാൻ മറന്നു. വിതർ സ്കെലട്ടൺ. വിതർ സ്കെലട്ടൻ്റെ ഹെഡും കൂടെ കാണാം. ഇവിടെ സ്പോണർ വർക്കാൻ പറ്റും. സ്പോണർ അതേ വേണുണ്ട്. ഒന്നും ഡ്രോപ്പാക്കിയില്ല. അവനൊരു പ്ലേസിലോട്ട് ഡ്രോപ്പാക്കി. നമുക്ക് കുറച്ച് ബ്ലോക്ക് എടുത്ത് ഇവിടെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാം. Okay. Wait guys.
നമുക്ക് കുറച്ചും കൂടെ വീതി കൂട്ടാം. ഓക്കെ, അത്ര ദൂരമൊക്കെ പോയിക്കാൻ നമ്മൾ ഇവനെയും കൂടെ കൊല്ലാം. ആ ഇത് കിട്ടി നമുക്ക് പ്ലേസിലോട്ട്. എങ്ങനെയാണ് എടുക്കേണ്ടത്? ഓക്കെ, സ്പോണർ ഇവിടെ ആയിട്ടാണ്. കുറച്ചും കൂടെ കൂട്ടാവെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പൊ താഴത്തോടെ എടുത്ത് ചാടിക്കൊടുത്തേനെ. താഴത്തോട്ട് കുറച്ചും കൂടെ ബ്ലോക്ക് ഒപ്പിക്കാം. അയ്യോ, താഴ്ത്താണ്. ഓ, 3 HP. ഓ, ചത്ത്. ആർമറൊക്കെ പോയല്ലോ ഗൈസ്. ഉറപ്പായിരുന്നു എന്തെങ്കിലും മണ്ടത്തരം ഞാൻ കാണിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇരിക്കുന്ന ലാഡറായിട്ടൊന്ന് അങ്ങോട്ട് പോവാം. ഓ, എല്ലാം പോയൊറ്റ നിമിഷം കൊണ്ട്. സൂക്ഷിച്ചിറങ്ങണ്ടായിരുന്നു. എന്ത് പറയാനാ, വാഴൊക്കെ പോയി. ഓക്കെ, ഞാനിനി അവിടെ എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, ഞാൻ ആർമറൊക്കെ എടുത്ത് ഇവിടെ നിൽപ്പുണ്ട്. എനിക്ക് ഇവിടെ വന്നപ്പോഴേക്കും അവന്മാരൊന്നും ഡീസ്പോൺ ആയിട്ട് പോലും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ ശവല് പോയി. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഈ ആർമർ ഇട്ടുകൊണ്ട് എൻ്റെ ഹെൽമെറ്റും ചെസ്റ്റ് പ്ലേറ്റും ഇട്ടുകൊണ്ട് ഒരു സ്കെലട്ടൻ നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ കുറച്ച് ബ്ലോക്ക് മാന്തി എടുക്കാം. ക്രൗച്ച് ചെയ്തുകൊണ്ട് നേരത്തെ മാന്തിയിരുന്നെങ്കിൽ താഴത്ത് വീഴൂലായിരുന്നു. ക്രൗച്ച് ചെയ്യാതെ ഞാൻ താഴത്ത് നോക്കി. ഇനി കുറച്ച് ബ്ലോക്ക് ഒപ്പിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി. ഓക്കെ, അതിൻ്റെ അടുത്തെത്തുന്നു. ഓക്കെ, സെറ്റ്. നമുക്ക് ഐസിന് മണ്ടക്കോട്ട് കയറി പോവാം.
ഇവനെ കൊണ്ട് ഞാൻ തോറ്റ്. സ്കെലട്ടൻ സമ്മതിക്കുന്നില്ല കേട്ടോ. സ്കെലട്ടൻ മര്യാദ ഒരു കാര്യം നോക്കാൻ സമ്മതിക്കില്ല. ഉടനെ ഒറ്റ വെടി. എവിടുന്നാണ് വെടി വെച്ചത്? ഫുഡ് തീരാറായി. നമുക്ക് അങ്ങോട്ട് കയറണം. ഇവിടെ ഇരിക്കുന്നവൻ എന്നെ നേരത്തെ വെടി വെച്ചിട്ടത്. ഇനി ചാവാൻ വയ്യ. കുറച്ചേരം ഇവിടെ നിൽക്കാം. നമ്മുടെ 2 ബോണ് കുറച്ച് ഫുഡ് കയ്യിലിരിപ്പുണ്ട്. ഭാഗ്യത്തിൽ ക്രൗച്ച് നിന്നോണ്ട് താഴത്ത് പോയില്ല. വ്ലോഗ് കയ്യിലോട്ട് എടുക്കട്ടെ. സേഫായിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടോ? ഏതോ ഒരു കുഴി വരിയാണ് നമ്മൾ താഴത്തോട്ട് വീണ. സൂക്ഷിച്ചു വേണം. സൂക്ഷിച്ച്. ഈ കുഴി തന്നെ. എന്തുവാടെ? അയ്യോ, അടുത്ത വേട്ടാളിയെ. എന്തൊക്കെയാളെ കാണിക്കുന്നത്? എന്തൊക്കെ ഞാൻ കാണിക്കുന്നത്? ഇപ്പൊ ചത്തേനെ. ഓക്കെ, ഇനി സൂക്ഷിച്ച് വേണം പൊട്ടിക്കുക. ആക്രാന്തത്തോടെ പൊട്ടിച്ച് എല്ലാം കൂടെ താഴത്തോടെ ചത്ത് കിടക്കരുത്.
നേരത്തെ ലക്കിനാണ് രക്ഷപ്പെട്ടത്. ഡിഫെൻസൊക്കെ ഫുഡ് കഴിച്ചപ്പോൾ ചക്കി അടക്കിയത്. ഗൈസ് നമുക്ക് ആവശ്യമുള്ളതായി. എന്നാലും ഒരു കുറച്ചുകൂടെ വേറിടല്ലടാ അപേക്ഷയാണ്. ഓക്കെ, ഇനി വീട്ടിൽ പോവാം. ആദ്യം നേരം ഇനി നിൽക്കണ്ട. എപ്പോഴേ വെട്ട് അമ്മ ഇത്ര നേരം എടുത്ത്. ഭയങ്കര പാടാണ്. നമുക്ക് ഇത് സെറ്റായി 16 പ്ലേസോടായി. ഇത് ഇങ്ങനെ വീട്ടിൽ കൊണ്ടുപോകണം, സൂക്ഷിച്ച് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ എല്ലായിട്ടും ലാവേ കിടക്കും, മലന്ന് കിടക്കണം. ലാവയിലൊന്നും വിടല്ലേ. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. രക്ഷപ്പെട്ട്. മൂന്ന് ഹാർട്ട് ഒളിഞ്ഞ് ചത്ത് അതിനെല്ലാം ലാവേ കിടക്കും, അത്രേ ഉള്ളൂ. ഞാൻ വീട്ടിലെത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗായ്സ്, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. പോർട്ടലിൽ കയറി. അയ്യോ ചാവല്ലേ ചാവല്ലേ.
സൂക്ഷിച്ച്. ഇവനെ കൊല്ല, ഇല്ലെങ്കിൽ എനിക്ക് പറ്റൂല. ഓക്കെ, ഇവനെ കൊല്ല. ഓക്കെ ബോയ്സ്, നമുക്ക് ഓക്കെ ഫുഡില്ല, കൈ കിട്ടിയതൊക്കെ ഇവിടെ വെച്ചേക്കാം. എൻ്റെ ഫുഡ് ഫുള്ളും തീർന്നു. എൻ്റെ ഇനി വാങ്ങിക്കണമെങ്കിൽ ഇത് വേണം, എമറാൾഡ്. ആക്ക് പോയി പുറത്തൊന്നുമല്ല, എമറാൾഡ് വേണം ഫുഡ് വാങ്ങിക്കണമെങ്കിൽ. ഞാൻ പേടിച്ച്. കുതിരയുടെ പുറത്ത് പോവാം. ലീശ എവിടെ പോയെന്ന് നോക്കട്ടെ. അയ്യോ, പോയിസൺ ആയിട്ട് ചാവല്. പോയിസൺ പൊട്ടറ്റോ അയച്ചത്. മഴ തുടങ്ങി. നമുക്ക് ഇവൻ്റെ പുറത്ത് കയറി പോവാമെന്ന്. ലീശോയെ അടിയിൽ പോയി എടുക്കുന്നത്, ഇല്ലെങ്കിൽ ഞാൻ ഓടിക്കളയും. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു ലീശ കിട്ടിയിട്ടുണ്ട്. ഇവനെ കെട്ടിയിട. ഫുഡൊന്ന് കുക്ക് ചെയ്യാതെ കഴിച്ചു കഴിഞ്ഞാൽ അധികം വേണ്ട ഹംഗ്രി ബാർ കൂട്ടില്ല. ഓക്കെ തീർന്നു. ഇതിൻ്റെ അകത്തോട്ട് ഫ്യൂവലിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ കയ്യിൽ കുറച്ചും കൂടെ എമറാൾഡ് വേണം, എന്നാലേ അവൻ്റെ എൻട്രപ്പിൾ കാണാൻ പറ്റും. എൻട്രപ്പിൾ എത്രയിനാ കൊടുക്കാൻ നോക്കട്ടെ. അഞ്ച് ഇതിനോ
അതിന് അവിടെ പോയി എടുക്കുന്നതാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് പോവാം. നിങ്ങളെ ഞാൻ ഇത് കാണിച്ചിട്ടില്ലായിരുന്നല്ലോ. നിങ്ങളെൻ്റെ ഈ എന്തുവായിരുന്നു മോബ് ഫാം ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഡൈൻ ഫാം നിങ്ങൾ കണ്ടു കാണാൻ വീഡിയോ ലാസ്റ്റത്തെ വീഡിയോ ഇതിൻ്റെയാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയ അപ്ഡേറ്റും വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഹോൾസിൽ ഈ കുതിരനെ കൊണ്ട് വെള്ളത്തിലിറങ്ങുകയാണെങ്കിൽ അവൻ ആ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കണ്ട. അത് നല്ലൊരു ഫീച്ചർ. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ ഇതേപോലെ കരയിൽ മാത്രം നേരത്തെ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഇവിടുന്ന് അങ്ങോട്ട് കിടക്കണമെങ്കിൽ അവിടും വഴി ഇങ്ങനെ കറങ്ങി പോകേണ്ട അവസ്ഥയായിരുന്നു നേരത്തെ. ഇപ്പം അത് കുഴപ്പമില്ല. ഈ ഫീച്ചർ വന്നുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. ഇതൊരു നല്ലൊരു ഫീച്ചറായിട്ട്. നേരത്തെ മുങ്ങി പോയാൽ അപ്പോൾ നമ്മളതിനെ വീശിട്ട് വലിച്ച് കയറ്റണം. ഇതാണ് എൻ്റെ മോബ് ഫാം. മണ്ടക്ക് കാണുന്നതാണ് മോബ് ഫാം. ഇതിൻ്റെ അകത്തൂടെ വെള്ളം വീഴുന്നുണ്ട്, മഴ വീഴുന്നുണ്ട് ഗൈസ്. നല്ല രസമുണ്ട്. വെള്ളത്തിൻ്റെ അകത്തൂടെ തന്നെ മഴ വീഴുന്നതാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് കുറച്ച് സ്ലോ മോഷൻ പോലെയുണ്ട് വെള്ളത്തിൻ്റെ. ഉണ്ടോ? നമുക്ക് മണ്ടക്കോട്ട് കയറി വെയിറ്റ് ചെയ്യാം. വല്ല ഫോണായോ? സ്കെലട്ടൺ ഇപ്പം വീണ്. ഓക്കെ, ഇത് ഭയങ്കര സ്ലോയിലാണ് വർക്ക് ചെയ്യുന്നത്. അതാണ് എനിക്കൊരിത്. എന്താ ഭയങ്കര സ്ലോയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത്ര അടുത്തായാണ്ടാന്ന് തോന്നുന്നു അതിലൊന്നും സ്പൂൺ ആകാത്തത്. എനിക്കത് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ബ്ലോക്ക് ഒരു ബ്ലോക്ക് കൊണ്ട് ഹൈറ്റ് കുറച്ച് വെക്കാം. പിന്നെ ഇത് അല്ലെങ്കിൽ ഞാനത് ഓഫ് ക്യാമറ വെച്ചാൽ നിങ്ങളെ കാണിച്ച് വെറുതെ ബോറടിപ്പിക്കുന്നതാണ്. താഴത്തോടെ ഒറ്റ ചാട്ടം. ഓക്കെ, വേറെ എന്തെങ്കിലും ചെയ്യണം. നമ്മളെവിടം വഴിയാണ് വന്നത്? അവിടം വഴി. നമ്മളെന്ത് ചെയ്യുന്നു?
കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം. ഞാൻ ആലോചിക്കും. ഒരു കാര്യം, നമുക്ക് നമ്മുടെ വില്ലേജിലിപ്പോൾ ഒരു വില്ലേജേഴ്സും ഇല്ല. അത് ഇപ്പോൾ ഒരു വില്ലേജേഴ്സും ഇല്ല. അപ്പോൾ നമുക്ക് വില്ലേജ് ഒന്ന് പൊളിച്ച് മാറ്റാം. വില്ലേജ് അവിടെ നിന്നുള്ള ഇതൊക്കെ നമുക്ക് പൊട്ടിച്ച് മാറ്റാം. അയ്യോ കുഴിയും. അവിടെയുള്ള വീടൊക്കെ നമുക്ക് പൊട്ടിച്ച് കളയാം. അവിടെയായിട്ട് സോംബീസൊക്കെ കണ്ടിട്ട് ഞാൻ പേടിച്ചു പോയി. ഇനി അടിയിൽ ചെന്നിട്ട് കിടന്നുറങ്ങണം. ഓക്കെ, കിടന്നുറങ്ങി. പൊട്ടരുത്. നമുക്ക് എവിടുന്ന് പൊട്ടിച്ചു തുടങ്ങാം? ഈ അങ്ങേ അറ്റത്തുനിന്ന് തന്നെ പൊട്ടിച്ചു തുടങ്ങാം. നമ്മളെ കുറച്ച് വുഡും ആകും. പൊട്ടിച്ചു തുടങ്ങാം. പിന്നെ നമുക്ക് ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കുന്ന ഒരു ഓട്ടോമാറ്റിക്കൽ ഷുഗർ ഫാം, അതും കൂടെ നമുക്ക് അടുത്ത വീഡിയോ സെറ്റാക്കാൻ. ഓഫ് ക്യാമറയിൽ അതിനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെക്കാം. തുമ്മിയതാണ്. നമുക്കത് ഓഫ് ക്യാമറയിൽ ഫാമിനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കണം. നമുക്ക് ബ്രീഡറിലോട്ട് കുറച്ച് ബെഡ് വേണം. അപ്പം ഈ വില്ലേജിൽ നിന്ന് തന്നെ നമുക്ക് സെറ്റാക്കാം. പിന്നെ ഞാൻ അങ്ങായിട്ടൊരു വില്ലേജ് കണ്ടില്ല, അവിടുന്ന് ഒരു ലൈബ്രറീനെ കൊണ്ടുവരാം. അല്ല, അത് നടക്കത്തില്ലല്ലോ. അവൻ്റെ ഒരുത്തൻ അൺബ്രേക്കിങ് 13 എമറാൾഡിനെങ്ങാണ്ട് അൺബ്രേക്കിങ് കൊടുക്കുന്ന ഒരുത്തനുണ്ട്. അവൻ്റെ ഒന്ന് വാങ്ങിച്ചിട്ട് അൺബ്രേക്കിംഗ് ബുക്ക് വാങ്ങിച്ചിട്ട് അവനിങ്ങോട്ട് കൊണ്ടുവരാം. അപ്പം അവൻ ജോലി കളയത്തില്ല. വർക്ക് സ്റ്റേഷൻ പൊട്ടിച്ചാലും ജോലി കളയത്തില്ല. നമ്മൾ ഒരു പ്രാവശ്യം ലോക്കാക്കി കഴിഞ്ഞാൽ അതും കൂടെ സെറ്റാക്കണം. പിന്നെ നമുക്ക് കുറച്ച് മെൻഡിങ് അൺബ്രേക്കിങ് അപ്പുറത്തൊരു വില്ലേജിലുണ്ട്. പിന്നെ മെൻഡിങ്, അക്വ, മറ്റേ വെള്ളത്തിൽ ശ്വസിക്കാൻ പറ്റുന്ന, പിന്നെ എഫിഷ്യൻസി 5, ലൂട്ടിങ് 3, അങ്ങനത്തെ കുറച്ച് ഒപ്പിക്കണം. പിന്നെ കുറച്ച് ബുക്കൊക്കെ അങ്ങനെ ഒപ്പിക്കണം. ഓക്കെ, ഒരു വീട് കഴിഞ്ഞു. കുറച്ച് സമയം എടുക്കും വീടൊക്കെ പൊട്ടിച്ച് ഇരിക്കാൻ. ഈ മണ്ടക്ക് കയറിയിട്ട് പൊട്ടിച്ചു തുടങ്ങാം, അത് നല്ലത്. മണ്ടക്കുന്നേ പൊട്ടിച്ചു തുടങ്ങാം. ഫസ്റ്റ് നടുക്കുന്നു. പിന്നെ ഷാർപ്നെസ്സിൻ്റെ ഒരു ബുക്ക്, എൻചാൻമെൻറ്റ് ബുക്ക്
നമുക്ക് ആവശ്യം വരും. ഈ ആക്സിലുണ്ടോ? ആക്സിൽ ഫോർച്യൂണാണ് കിടക്കുന്നത്. പിന്നെ എൻചാൻമെൻറ്റ് ടേബിൾ ഉണ്ടാക്കണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ്, ഞാനൊന്ന് പകുതിയോളൊന്ന് പൊട്ടിച്ചേട്ടാ, എന്നിട്ട് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, മിക്ക വീടുകൾ ഞാൻ ഇവിടുന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ട്, പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ആ 3 പിന്നെ അവിടെ 2 പിന്നെ ഇവിടെ 1 ഇത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഈ വീടും കൂടെ പൊളിക്കുന്നത്. പിന്നെ ആ 5 വീടുകൾ പിന്നെ പൊളിക്കാം. കുറേ സമയമെടുത്തു, നിങ്ങൾ വിചാരിക്കുന്നല്ലോ കുറേ സമയമെടുത്തു. എൻ്റെ കുറേ വുഡും കുറേ സ്റ്റോണും കിട്ടിയിട്ടുണ്ട്. സിൽക്ക് ടച്ച് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഗ്ലാസ് കിട്ടത്തില്ല, സിൽക്ക് ടച്ച് ഇല്ലാത്തതുകൊണ്ട്. എൻ്റെ ആക്സ് പൊട്ടാറായി. അൺബ്രേക്കിംഗ് ആഡ് ചെയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് പൊട്ടും. പിന്നെ മെൻഡിങ് ആഡ് ചെയ്തിട്ടില്ല. ഇതൊക്കെ ആ ബുക്കൊക്കെ ഒപ്പിക്കണം, എൻചാൻമെൻറ്റ് ബുക്കൊക്കെ ഒപ്പിക്കണം. ഇതും കൂടെ വെട്ടിക്കഴിഞ്ഞാൽ തീർന്നില്ല. 5 കൂടെ ഉണ്ട്. അതും നമ്മൾ വെട്ടി മാറ്റൂല. എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. ഇനി ഇതുകൊണ്ട് ക്ലീൻ ആക്കി വെക്കണം. കിടന്നുറങ്ങാം. മോൺസ്റ്റേഴ്സ് ഒന്നും നമുക്ക് താഴ്ത്തുണ്ട്. ഓ മൈ ഗോഡ്, എൻ്റെ ബെഡ് കയറിയില്ല. ഇവിടെ കിടന്നുറങ്ങാം. നമ്മുടെ കയ്യിൽ വേസ്റ്റൊക്കെ കൊണ്ട് ക്ലീനാക്കി വെക്കണം. എൻ്റെ ഷാർപ്നെസ്സും പാക്ക് ഉള്ളതുകൊണ്ട് ഇവർ തെറിച്ച് പോയി.
ഈ സ്റ്റെയർകേഴ്സ് കത്തിക്കാൻ വേണ്ടിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അത് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, വന്നിട്ടുണ്ട്. സ്റ്റെയർകേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. സ്റ്റെയർകേഴ്സ്. ഓക്കെ, കുറച്ച് സ്പേസിൻ്റെ അകത്ത് ഇപ്പോൾ ഉണ്ട്. ഈ വുഡൊക്കെ നമ്മൾ മറ്റേ ട്രേഡിങ് ഹാളിൻ്റെ അടിയത്തെ ജസ്റ്റി കൊണ്ടുവരണം, സ്റ്റിക്കാക്കാൻ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യേണ്ടതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു.